കേൾക്കാൻ പോകുന്ന സ്റ്റോറി ബുക്കിലൂടെ ജാക്ക് ആൻഡ് ദ ബീൻസ്റ്റോക്ക്. ജാക്ക് ആൻഡ് ദ ബീൻസ്റ്റോക്ക്. ഈ ജാക്കും അവന് കിട്ടിയ കുറേ മാജിക് ബീൻസിന്റെയും കഥയാണ് ഇതിൽ നമ്മൾ പറയുന്നത്. എനിക്ക് മനസ്സിലായി. ഇതാണ് ജാക്ക്. ഇത് ജാക്കിന്റെ അമ്മ, ഇത് അവരുടെ ചെറിയ വീട്, അവരുടെ പശു. ഈ പശുവിന്റെ മിൽക്ക് വിറ്റ് കിട്ടുന്ന കാശ് ഉപയോഗിച്ചാണ് ഇവർ ജീവിച്ചിരുന്നത്. ഭയങ്കര കഷ്ടപ്പാടായിരുന്നു, വളരെ പൂർ ഫാമിലി ആയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഇവനോട് ഇവന്റെ അമ്മ പറയുക, ഈ പശുവിനെ കൊണ്ടുപോയി വിറ്റിട്ട് ആ കാശ് കൊണ്ട് തിരികെ വരാൻ, മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാൻ. ഇത് കേട്ടപ്പോഴേക്കും ഇവൻ എന്ത് തോന്നി? ഭയങ്കര വിഷമം തോന്നി. എന്താ? അവന് പ്രിയപ്പെട്ട പശുവായിരുന്നു ഇത്. പക്ഷെ അമ്മ പറഞ്ഞ പോലെ പശുവായിട്ട് അവൻ എവിടെ പോയി? മാർക്കറ്റിലേക്ക് പോവാ. കണ്ടോ? അങ്ങനെ പോകുന്ന വഴിക്ക് ഇദ്ദേഹത്തെ കണ്ടുമുട്ടി. ഇതാരാന്നറിയാമോ? ഒരപരിചിതൻ, ഒരു സ്ട്രേഞ്ചർ. ഇതുവഴി അല്ല, അപ്പൊ ആ മാർക്കറ്റൊക്കെ ഇതിനപ്പുറത്തുണ്ട്. ഇത് ഈ മല കയറി ഇറങ്ങി ചെല്ലുമ്പോഴുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ഇദ്ദേഹം ചോദിച്ച്, നീ എവിടെ പോവുകയാണ് ഈ പശുവുമായിട്ട്? അപ്പൊ ജാക്ക് പറഞ്ഞു, ഇതിനെ വിൽക്കാൻ പോവുകയാണെന്ന്. അപ്പോഴേക്കും ഈ അപരിചിതൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എന്റെ കയ്യിൽ കുറേ മാജിക് ബീൻസ് ഉണ്ട്, ഞാനത് നിനക്ക് തരാം. പകരം നീ എനിക്ക് എന്ത് തരണം? പശുവിനെ. നിന്റെ പശുവിനെ എനിക്ക് തരണം. ഓക്കെ, അവൻ സമ്മതിച്ചു. അങ്ങനെ കിട്ടിയ മാജിക് ബീൻസുമായി അവൻ ഓടി വീട്ടിലേക്ക് പോയി. വളരെ സന്തോഷത്തോടെ അവൻ അമ്മയോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. ഈ സമയത്ത് അമ്മയ്ക്ക് സന്തോഷമായോ? ഇല്ല. അതെന്താ? കാരണം പൈസ ഇട്ടാത്തോണ്ട് അമ്മ ഈ സാധനം അമ്മയ്ക്ക് ദേഷ്യം വന്നു. അമ്മയാണെങ്കിൽ കാശ് പ്രതീക്ഷിച്ചിരുന്നതാ. പക്ഷേലോ ഇവൻ കൊണ്ടുവന്നത് എന്താ? കുറേ സീഡ്സ്. ഇത് മാജിക് സീഡ്സ് ആണെന്നൊക്കെ ഇവൻ പറഞ്ഞിട്ടും അമ്മയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അമ്മ എന്ത് ചെയ്ത്? അതെടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. കണ്ടോ? വിൻഡോയിലൂടെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ഈ സമയത്ത് ജാക്കിന് ഭയങ്കര വിഷമമായി. അവനാണെങ്കിൽ വിഷമിച്ചു പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഉണർന്നെഴുന്നേറ്റ് നോക്കിയപ്പോൾ അവൻ കണ്ട കാഴ്ച എന്താ? ഇതെന്താ? ഒരു ചെടി, ആ ബീൻസ് ഇത് ഒരു ക്ലൈംബർ. ആ മാജിക് ബീൻസ് എല്ലാം വളർന്ന് വലിയ ഒരു ചെടിയായിട്ട് മാറിയിരിക്കുന്നു. ഇവൻ അതിശയം വന്നു, ഇത് എങ്ങനെ സംഭവിച്ചു ഒറ്റ രാത്രി കൊണ്ട്? ഇതൊരു മാജിക് ബീൻസ് ആയിരുന്നു. അതുകൊണ്ട് അതെ അതെ അതെ, ഒറ്റ ദിവസം കൊണ്ട് അത് വലിയൊരു ചെടിയായിട്ട് വളർന്നു. ഇവൻ എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ ഇതിൽ കൂടി കയറി കയറി മുകളിലെത്തി. അങ്ങ് ദൂരെ എത്തിയപ്പോഴേക്കും ഇവൻ ആകാശത്തെത്താറായി. മേഘങ്ങളൊക്കെ കണ്ടു തുടങ്ങി. ഇവനാണെങ്കിൽ ക്ഷീണിച്ചു. പക്ഷെ ഇവൻ വീണ്ടും മുകളിലേക്ക് കയറി. അങ്ങനെ അവസാനം എത്തിയപ്പോഴേക്കും ഇവനൊരു കൊട്ടാരം കണ്ടു. ഒരു കാസ്റ്റിൽ കണ്ടു. എന്നിട്ട് ഇവനാണെങ്കിൽ ആ ഡോറിൽ മുട്ടി. അപ്പോഴേക്കും ഒരു ലേഡി വന്ന് അത് കതവ് തുറന്നു കൊടുത്തു. അപ്പോഴേക്കും ഇവനാണെങ്കിൽ ഭയങ്കര ക്ഷീണിച്ച് വിശന്ന് തളർന്നു പോയിരുന്നു. പക്ഷെ ഈ ലേഡി ആണെങ്കിൽ ഇവനെ അകത്തേക്ക് വിളിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവന് ഭക്ഷണമൊക്കെ കൊടുത്തു, ബ്രെഡും മിൽക്കും ഒക്കെ കൊടുത്തു. അങ്ങനെ അവന് സന്തോഷമായി. അവനങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതാ ഒരു ശബ്ദം. ഒരു ഭീകരൻ വരുന്നു അവിടേക്ക്. ആരാണെന്നറിയാമോ? ഒരു രാക്ഷസൻ. അപ്പോഴേക്കും ഈ ലേഡി പറഞ്ഞു, നീ എളുപ്പ പോയി എവിടെയെങ്കിലും ഒളിച്ചിരുന്നോളെ, അപ്പം അല്ലെങ്കിൽ ആ രാക്ഷസൻ നിന്നെ പിടിച്ച് വിഴുങ്ങിക്കളയുമെന്ന്. ഇവൻ പേടിച്ച് എവിടെയോ പോയി ഒളിച്ചിരുന്നു. അവിടെ മറിഞ്ഞിരിക്കുന്ന സമയത്ത് ഇവൻ കണ്ട കാഴ്ച ഇതെന്താ? ഇത് ഗോൾഡ് കോയിൻ. കുറേ സ്വർണ്ണ നാണയങ്ങള്. ഈ രാക്ഷസൻ കൊണ്ടുവന്ന സ്വർണ്ണ നാണയങ്ങളെല്ലാം ഈ ടേബിളിന്റെ പുറത്ത് വെച്ച് എണ്ണി നോക്കുകയാണ്. ഇത് കണ്ടപ്പോഴേക്കും ഇവന് ഭയങ്കര ആഗ്രഹം, എങ്ങനെയെങ്കിലും ഇത് എടുക്കണം. ഇവൻ എന്ത് ചെയ്തു? ഈ രാക്ഷസൻ ഉറങ്ങാൻ പോയ സമയം നോക്കി പതുങ്ങി ചെന്നിട്ട് ഈ ഗോൾഡ് കോയിൻ ഇരുന്ന് ഈ ബാഗ് എടുത്തിട്ട് ഇവൻ ഓടി രക്ഷപ്പെട്ടു. പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. എന്നിട്ട് അവൻ ആ ചെടിയിലൂടെ താഴേക്ക് ഇറങ്ങിപ്പോയിട്ട് അവന്റെ അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തു. പക്ഷെ ഈ സമയത്ത് അമ്മ അത് വാങ്ങി വെച്ചു. പക്ഷെ അമ്മയാണെങ്കിൽ ഇവനെടുത്ത് ഈ വിവരങ്ങളൊന്നും ചോദിച്ചതുമില്ല. ഇനി ഇതുപോലെ ആവർത്തിക്കരുതെന്നൊന്നും പറഞ്ഞില്ല. ഇവൻ ആ ബാഗ് അവിടെ കൊണ്ടു കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ തിരിച്ച് ഇവിടേക്ക് വന്നിട്ട് വീണ്ടും ഇവൻ മറഞ്ഞിരുന്ന് കണ്ട കാഴ്ച, ഈ രാക്ഷസൻ ഒരു കോഴിയുടെ അടുത്തിരുന്നിട്ട് എന്തോ പതുക്കെ പറയുന്നു. ഇവൻ ഇങ്ങനെ ചെവി കൂർപ്പിച്ച് കേട്ടു. അപ്പോഴെന്താ പറയുന്നത്? ആ കോഴിയുടെ അടുത്ത് മുട്ട വേണമെന്ന് രാക്ഷസൻ ആവശ്യപ്പെടുക. അപ്പോഴേക്കും കോഴി എന്ത് ചെയ്തു? ഒരു സ്വർണ്ണ മുട്ട ഇട്ടു. അപ്പോഴേക്കും ഇവന് അതിശയം വന്നു.
അപ്പൊ ഇവൻ അവിടെ ഇരുന്നിട്ട് വീണ്ടും പ്ലാൻ ചെയ്തു എങ്ങനെയും ഈ കോഴിയെയും സ്വന്തമാക്കണമെന്ന്. ഇത്തവണയും ഇവൻ മറഞ്ഞിരുന്നിട്ട് രാക്ഷസൻ ഉറങ്ങാൻ പോയ സമയം നോക്കി ആ കോഴിയെയും എടുത്തുകൊണ്ട് വേഗം പാഞ്ഞ് വീട്ടിലെത്തി. കണ്ടോ, അവൻ കോഴിയെയും എടുത്തിട്ട് ഓടിപ്പോവുകയാണ്. ഇതുവഴി ഓടിപ്പോയിട്ട് അവൻ വീട്ടിലേക്ക് ആ ചെടി വഴി. രാക്ഷസനെ മണം പിടിച്ചു വരാലോ. ആ ഉറങ്ങിക്കിടന്ന സമയത്ത് രാക്ഷസന് തോന്നി ഏതോ ഒരു മനുഷ്യജീവിയുടെ മണം ഫീൽ ചെയ്തു. അദ്ദേഹം ഉണർന്ന് നോക്കിയപ്പോ ഈ രാക്ഷസൻ ഉണർന്ന് നോക്കിയപ്പോഴേക്കും അവിടെയെങ്ങും ആരും കാണുന്നില്ല. അപ്പം വീണ്ടും കിടന്ന് ഉറങ്ങി. അങ്ങനെ ഇത്തവണയും അവൻ ഈ കോഴിയെ അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തു. എന്നിട്ട് വിവരങ്ങളെല്ലാം പറഞ്ഞു. പക്ഷെ അമ്മ അവനെ ഉപദേശിക്കുകയോ വഴക്ക് പറയുകയോ ഒന്നും ചെയ്തില്ല. വീണ്ടും ഇത് ആവർത്തിക്കാൻ തുടങ്ങി. മൂന്നാമത്തെ തവണയും ഇവിടേക്ക് വന്നു. ഈ സമയത്ത് അവൻ എന്താ കണ്ടത്? ഇതെന്തായിരിക്കും ഇത്? മാജിക് ഹാർപ്പ്. മാജിക് ഹാർപ്പ് ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പോഴാണെങ്കിൽ ഈ രാക്ഷസൻ ഇതിന്റെ അടുത്ത് ഈ ഇൻസ്ട്രുമെന്റ് എടുത്ത് ആവശ്യപ്പെടുകയാണ് മ്യൂസിക് പ്ലേ ചെയ്യാൻ. അപ്പോഴേക്കും അത് തന്നെ മ്യൂസിക് പ്ലേ ചെയ്യാൻ തുടങ്ങി. ഇത്തവണയും ഇവൻ എന്താ തീരുമാനിച്ചത്? ഇത് എങ്ങനെയും സ്വന്തമാക്കി ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന്. പക്ഷെ ഈ രാക്ഷസന് ഓൾറെഡി അറിയാം ഇവിടെ ഒരു മനുഷ്യജീവിയുടെ മണം ഫീൽ ചെയ്യുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം ഉറങ്ങാൻ കിടന്ന സമയത്ത് ഇവൻ അത് എടുത്തുകൊണ്ട് ഓടാൻ തുടങ്ങിയതും രാക്ഷസൻ ചാടി എഴുന്നേറ്റിട്ട് എന്താ ചെയ്തേ? ഇവനെ പിന്തുടർന്നു. ഇവനാണെങ്കിൽ സ്പീഡില് ആ ചെടിയിലൂടെ താഴേക്ക് ഇറങ്ങിയാണ്. പക്ഷെ രാക്ഷസനുണ്ടോ വിടുന്നു? അവനും പിന്നാലെ പാഞ്ഞു. ഇവൻ എത്രയും വേഗം താഴേക്ക് എത്തിയ ശേഷം ഇവൻ ഉറക്കെ വിളിച്ചു, അമ്മയെ വിളിച്ചു. അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മേ ഒരു പെട്ടെന്ന് വന്നിട്ട് എന്നെ രക്ഷിക്കാൻ പറഞ്ഞു. ഇത്തവണ അമ്മ എന്താ ചെയ്തത്? ഒരു ആക്സ് എടുത്തുകൊണ്ട് വന്നിട്ട് ആ ചെടി അങ്ങ് താഴെ വെച്ച് അങ്ങ് വെട്ടിയിട്ടു. പക്ഷെ ഇവനാണ് ഈ സമയത്തേക്ക് താഴെ ഇറങ്ങിക്കഴിഞ്ഞു. അപ്പൊ ഈ അമ്മ ഇത് മുറിച്ചു കളഞ്ഞപ്പോഴേക്കും രാക്ഷസൻ എന്തോ പറ്റി? രാക്ഷസൻ ഇങ്ങനെ താഴേക്ക് വീണു. കണ്ടോ, താഴെ വീണ് അദ്ദേഹം മരിച്ചുപോയി. അപ്പൊ ഈ രാക്ഷസൻ മരിച്ചുപോയി. അപ്പോഴേക്കും ഈ അമ്മയും മകനും എന്തെല്ലാം സാധനങ്ങളാ കിട്ടിയത്? ഗോൾഡ് കോയിൻ കിട്ടി, മാജിക് ഹാർപ്പ് കിട്ടി, അതുപോലെ തന്നെ കോഴി, സ്വർണ്ണമുട്ടയിടുന്ന കോഴി കിട്ടി. ഇതെല്ലാം വെച്ചിരുന്നിട്ട് അവർ വിറ്റ ശേഷം അവർക്ക് കുറേ പണം കിട്ടി. അത് ഉപയോഗിച്ചിട്ട് അവർ നല്ലൊരു വീടൊക്കെ വെച്ചു. അവർ നല്ല സന്തോഷമായിട്ട് കഴിഞ്ഞു. പക്ഷേ അമ്മ ഈ സമയത്ത് ഇവനോട് പറഞ്ഞു കൊടുത്തു, ഇനി മേലാൽ ഇതുപോലുള്ള പ്രവർത്തികളൊന്നും ചെയ്യരുത്, അതുപോലെ തന്നെ ഗ്രീഡി ആവരുത്. അവന് ഇതെല്ലാം മനസ്സിലായി അമ്മ പറഞ്ഞു കൊടുത്തത്. അമ്മയോട് പറഞ്ഞു, ശരി ഞാൻ ഇനി ഇതൊന്നും ആവർത്തിക്കില്ല, കള്ളത്തരം ചെയ്യില്ല, ഞാൻ അധ്വാനിച്ച് തന്നെ ജീവിച്ചോളാമെന്ന് അമ്മയുടെ അടുത്ത് പ്രോമിസ് ചെയ്തു. അങ്ങനെയാണ് ജാക്ക് ആൻഡ് ബീൻ സ്റ്റോക്കിന്റെ കഥ. ഇങ്ങനെയുണ്ട്? സൂപ്പർ. ഓക്കെ.